അപ്പോഴേ ഈ ധൃതി പിടിച്ചിറങ്ങുന്നത് എന്തിനാണെന്നറിയോ? കാടും മലയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിന്ന ആൾക്കാരാ. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചത് കാരണം കൊണ്ട് ട്രിപ്പ് ക്യാൻസലായി. അത് കേട്ട് വിഷമിച്ച് ഇനി നമുക്കേലും അറ്റ്ലീസ്റ്റ് അടുത്തേക്ക് എങ്ങോട്ടേലും ഒന്ന് പോവാന്ന് പറഞ്ഞ് നമ്മൾ കോഴിക്കോടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും 2 മണിയായി. അപ്പൊ എല്ലാവരും ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് 2 കാറിലായിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടിലേക്ക് യാത്ര തുടങ്ങി. കോഴിക്കോടിലേക്കാണ് പോണേന്നുണ്ടെങ്കിലും വൈബിനൊന്നും ഒരു കുറവും വരുത്താതെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് കേട്ടോ ഞങ്ങൾ പോയത്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടിലേക്ക് എത്തുന്നത് വരെ ഒരു മഴയുണ്ടായിരുന്നില്ല. പക്ഷെ കോഴിക്കോട് ബീച്ച് എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വന്നത് തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ ദേഷ്യത്തോടെയാണ് കടലിൽ തീരെ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ വെള്ളത്തിലൊക്കെ കളിക്കാന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം തകർന്നു. പക്ഷെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ചു നേരം അവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്ത് പടക്കമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ വേഗം അവിടുന്ന് സ്കൂട്ടായി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഒരു ടർക്കിഷ് റെസ്റ്റോറന്റിലേക്കാണ് പോയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എന്തായാലും വയറ് നിറഞ്ഞില്ലെങ്കിലും പോക്കറ്റ് കാര്യമാവും. എനിക്ക് ഫുഡൊക്കെ അത്യാവശ്യം ഇഷ്ടമായിട്ടോ. എന്തായാലും ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നമ്മുടെ ഒരു കസിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇനി ബാക്കി കോഴിക്കോടത്തെ കഥ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. അപ്പൊ ശരി.